ഗസക്കായി ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടു. നിരന്തരം ഇസ്താംബൂളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇസ്രായേലിനെതിരെ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് ഇസ്രായേലിനെ തുരത്തി ഓടിപ്പിക്കുന്ന സമീപനങ്ങൾ ഉണ്ടാവണമെന്ന് പ്രതിഷേധം നടത്തുന്നവർ ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോയാണ് വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ ഒരു വലിയ രീതിയിലുള്ള പ്രസ്താവന നടത്തിയത്. അത് ഇറാൻ നടത്തിയ പ്രസ്താവനയ്ക്ക് തൊട്ട് പിറകിൽ തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം, ഗസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, OIC വിളിച്ചു കൂട്ടണം എന്നുള്ള ഇറാന്റെ നിലപാടിനെ അവർ പിന്തുണയ്ക്കുകയും ചെയ്തു. അത് തൊട്ടടുത്ത ദിവസം ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. ഇറാനെ പിന്തുണയ്ക്കുന്ന എല്ലാ നിലപാടിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുകൂടി യഥാർത്ഥത്തിൽ ഫിദാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ തുടർച്ചയായ രീതിയിൽ ചില റിപ്പോർട്ടുകളൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തു വരുന്നു. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇപ്പോഴത്തെ നിലവിലുള്ള ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചും അവസ്ഥകളെയൊക്കെ വിലയിരുത്തുന്നു. അതിൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെയാണ്: ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് ഒരു ആഗ്രഹവും സ്വപ്നങ്ങളുമാണ്. ഒരിക്കലും അത് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ലക്ഷ്യം കാണുമോ എന്നുള്ളൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാനും സാധിക്കുകയില്ല. അങ്ങനെയാണ് ഇപ്പോൾ അവർക്ക് വിജയിച്ചു പോകണം. പൂർണ്ണമായ രീതിയിലുള്ള ഹമാസ് നിരോധന സംവിധാനം, അല്ലെങ്കിൽ അവർ കീഴടങ്ങുക, അവർ രാജ്യം വിട്ടു പോവുക, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സമീപന കാര്യങ്ങളൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് തയ്യാറല്ലെന്ന് മറ്റേ വിഭാഗം പറയുന്ന സമയത്ത് പുതിയൊരു ബദൽ സംവിധാനം മുന്നോട്ട് വെക്കാൻ വേണ്ടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പരമാവധി യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നിലവിൽ ഇസ്രായേലിൻ്റെ അവസ്ഥ. ഒരു അമേരിക്ക മാത്രമാണ് പൂർണ്ണ തോതിൽ പിന്തുണക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവാൻ വേണ്ടി പിന്തുണച്ച ബ്രിട്ടൻ രാജ്യം പോലും ഇന്ന് നിലവിൽ ഇസ്രായേലിനെതിരെ പലസ്തീനൊപ്പമാണ്. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്ര റിപ്പബ്ലിക് ആവണം എന്ന് തങ്ങൾ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നു എന്ന് ബ്രിട്ടൻ പറയണമെങ്കിൽ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ കാഠിന്യവും ഗൗരവവും അതിഭയങ്കരമാവണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഇതിനു മുമ്പ് പറഞ്ഞ് ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റാൻ വേണ്ടി താൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും പ്ലാനൊക്കെ ഉണ്ടാക്കുകയും അതോടനുബന്ധിച്ച് ഗസയുടെ ചില മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള ബിൽഡിങ്ങുകൾ നിർമ്മിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പ്രവേശന കവാടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രങ്ങൾ പതിച്ചിരിക്കുന്ന ചില വീഡിയോകളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. ഇതാണ് ഇതിൻ്റെ പ്ലാന്. അതിനെന്ത് ചെയ്യണം? ഗസക്കാരെ മാറ്റണം, ഗസക്കാരെ മറ്റ് അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം. ജോർദാനോടും ഈജിപ്തിനോടും ഈ കാര്യങ്ങൾ പറഞ്ഞു. ഈജിപ്തിന് ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ, പാക്കേജുകൾ പ്രഖ്യാപിച്ചു. അത് സിനാ മരുഭൂമി പോലുള്ള പ്രദേശത്തിലേക്ക് അവരെ മാറ്റാൻ വേണ്ടി സഹകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് അതിൽ അറബ് രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് കർക്കശമായിരിക്കുന്ന ചില നിലപാടുകളും നിർദ്ദേശങ്ങളും ജോർദാനും ഈജിപ്തിനും നൽകി. അതോടൊപ്പം തന്നെ ഇറാനും പറഞ്ഞു, ഒരു തരത്തിലും പാലസ്തീനികൾ നിങ്ങളുടെ ഭൂമിയിലെ അല്ല താമസിക്കേണ്ടത്, അവരുടെ ദേശത്താണ്. അവരുടെ ദേശത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം നിങ്ങളൊരിക്കലും അവരെ നിങ്ങളുടെ ദേശത്തേക്ക് ക്ഷണിക്കരുത് എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി അത് രീതിക്ക് വലിയ മാറ്റമായി. അങ്ങനെ ഈജിപ്തിൻ്റെ പ്രസിഡന്റും ജോർദാന്റെ രാജാവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കണ്ടുകൊണ്ട് ചില സംഭാഷണങ്ങളൊക്കെ നടത്തി. അതോടനുബന്ധിച്ച് അവർ പറഞ്ഞു തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വ്യവസ്ഥയിൽ ഞങ്ങൾ ഒഴിവാക്കി തരണം. അതോടുകൂടി എന്തായെന്നറിയോ? അമേരിക്ക തന്നെ പെട്ടുപോയി. ജോർദാനിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളും സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ മേഖലയ്ക്ക് ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണം നടത്തുകയും 3 അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജോർദാനെ സംബന്ധിച്ച് അവർ ഉടക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഉടക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് അവർ ഇറാനെ സപ്പോർട്ട് ചെയ്യും. ഇറാൻ സപ്പോർട്ട് ചെയ്താൽ ഈ മേഖലയിൽ അമേരിക്കയുടെ ആധിപത്യം ഇല്ലാതെ ജോർദാനിൽ നിന്ന് അവർ തന്നെ അവരുടെ സൈനിക താവളങ്ങൾക്ക് അടച്ചുപൂട്ടിയ സ്ഥിതി വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തറിനെ അവർ ആക്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പറയപ്പെട്ട ജോർദാന്റെ സൈനിക താവളത്തെ ആക്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇറാന്റെ പിന്തുണയുണ്ട്. അപ്പോൾ അവർ ആക്രമിക്കും എന്ന് പറഞ്ഞ കാര്യത്തിൽ സംശയമൊന്നുമില്ല, അവർ ആക്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു സ്ഥിതി വരുന്ന സമയത്ത് വലിയ പ്രയാസം ഉണ്ടാകും എന്നതിനാൽ പതുക്കെ താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ടൂറിസം മേഖലയ്ക്കൊക്കെ ഉത്തമമായിരിക്കുന്ന പ്രദേശമാണ് ഗസ എന്ന് മാത്രമാണ് താൻ ഉദ്ദേശിച്ചത്. പിന്നീട് അവർക്ക് വലിയ രീതിയിലുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഉരുണ്ട് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പിന്നീട് അതിനെക്കുറിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഒന്നും മിണ്ടാതായി. അങ്ങനെയാണ് ഗസയിലെ അയാളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം താൽക്കാലികമായിട്ടെങ്കിലും അവസാനിക്കുന്നത്. പിന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവാണ് രണ്ടാമത് അഭിപ്രായം പറഞ്ഞത്.
ഗസയിൽ പൂർണ്ണമായിരിക്കുന്ന അധികാരം പിടിച്ചെടുക്കുന്ന പ്രവൃത്തി തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. 5 ബറ്റാലിയൻ ഇസ്രായേൽ സൈനികരെ വ്യത്യസ്ത മേഖലകളിൽ തങ്ങൾ വിന്യസിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തിയുടെ ആരംഭം കുറിക്കുന്നത്. ഇപ്പൊ തന്നെ പരമാവധി പ്രദേശങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശത്തിലാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കടന്നു കയറി പറഞ്ഞു. ഈ സംഭവത്തോടനുബന്ധിച്ച് കാൻ യൂണിസിന്റെ മേഖലയിൽ വലിയൊരു വെടിവെപ്പ് നടന്നു, അല്ലെങ്കിൽ സ്ഫോടനം നടന്നു. 6 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. അതോടുകൂടി ഈ മേഖലയിൽ ഗസ എന്ന് പറയുന്ന വിഭാഗത്തെ പിന്തുണക്കുന്ന ഹമാസിന്റെ ആളുകളൊന്നും അങ്ങനെ പൂർണ്ണമായ രീതിയിൽ ഇല്ലാതായിട്ടില്ല എന്നുള്ളതും അവരുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാവുന്നു എന്നും ഇസ്രായേൽ മനസ്സിലാക്കിയതോടുകൂടി പിന്നീട് മലക്കം പറഞ്ഞു, ഞങ്ങളുടെ ഉദ്ദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുക അല്ല, പകരം അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണ്. ആ ഭരണമാറ്റം അറബ് രാജ്യങ്ങൾ നേതൃത്വം നൽകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിൽ ഒരു ചുവട് മാറ്റം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നടത്തി. അങ്ങനെയാണെങ്കിൽ ആ നിലപാട് ആദ്യം തന്നെ പറഞ്ഞാൽ മതി. ആദ്യം തന്നെ ഈ നിലപാട് ആദ്യം മുൻപേ ഉള്ളതാണ്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള നിലപാടാണിത്. പക്ഷെ അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. സൗദി അറേബ്യയോ അല്ലെങ്കിൽ UAE ബന്ധപ്പെട്ട രാജ്യങ്ങളോ ഈ ഗസയുടെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറല്ല. ഇത് ജോ ബൈഡൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ സൗദി അറേബ്യയുടെ രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ രാജാവുമായിട്ടുള്ള സംഭാഷണത്തിനിടെ വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം പറഞ്ഞത്, നിങ്ങളത് ഏറ്റെടുക്കുക, ഞങ്ങളതിന് പിന്തുണക്കാം, മറ്റുള്ള അറബ് രാജ്യങ്ങൾ പിന്തുണക്കും, ഞങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കില്ല. യുദ്ധഭൂമിയിൽ ഒരു പ്രദേശത്തിന്റെ അധികാരം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ പോകുന്ന, ഭാവിയിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ സൗദി അറേബ്യ ആദ്യം തന്നെ അത് നൊഴിഞ്ഞു മാറി. അതോടുകൂടി ആ അവരുടെ ലക്ഷ്യ ആഗ്രഹങ്ങൾ വീണുടഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. UAE പറഞ്ഞ അങ്ങനെ തന്നെ, ഈജിപ്തും പറഞ്ഞ അങ്ങനെ തന്നെ, ജോർദാനും പറഞ്ഞ അങ്ങനെ തന്നെ, ഗതി ഇല്ലാതായി. പിന്നെ ഇസ്രായേലിന് മാത്രം ഈ ഗസ കീഴടക്കി ഭരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഭരിക്കില്ല. അവർ മരണത്തിന്റെ മുനമ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തെക്കുറിച്ചുള്ള ചില മീഡിയകളുടെ അഭിപ്രായം. ഏത് സമയത്താണ് തങ്ങൾ നേരെ വെടിവരിക എന്ന് പറയാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഗസക്കകത്തുണ്ട്. അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, സൈനികരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഏറെക്കുറെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും, ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറ്റും. ഏതുപോലെ ഇപ്പോൾ ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും യുദ്ധത്തിൽ സാധാരണക്കാരെ ആയിരിക്കുന്ന ജനങ്ങളെ ലക്ഷ്യം വെച്ച് ഒരു അക്രമവും ഉണ്ടായില്ല. അപൂർവമായിട്ടൊരു പക്ഷേ ഉണ്ടാക്കി പോകുന്നതാണ് വഴിതെറ്റി പോകുന്നത് എന്നല്ലാതെ യഥാർത്ഥ ഗസയിൽ നടക്കുന്നത് സാധാരണക്കാർക്ക് നേരെയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ സൈനികർക്ക് നേരെ നടക്കുന്നത് ഒളിപ്പോർ യുദ്ധമാണ് എന്നത് അവർ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ വല്ലാത്ത രീതിയിൽ ഒരു ഭവിഷ്യത്ത്, ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യം അവിടെ അനുഭവിക്കുന്നു. അപ്പോൾ ഇട്ടു പോകാൻ പറ്റൂല, കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ ഗസ വിഷയമായിട്ട് യഥാർത്ഥത്തിൽ അവർ എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഭരണം വീഴും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്നാലോ എല്ലാ മേഖലയിലും അവരൊറ്റപ്പെടുന്ന സമയത്ത് അമേരിക്കക്ക് പോലും അതിൻ്റെതായിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അമേരിക്കക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ അമേരിക്കയ്ക്കും അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ കൃത്യമാണ്. റഷ്യയുടെയും ചൈനയുടെയും കടന്നുകയറ്റം അറേബ്യൻ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഭാവിയിൽ അമേരിക്ക വല്ലാത്ത വീക്ഷണം ചെയ്യും. എല്ലാവിധ അവസരങ്ങളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റഷ്യയുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ദുർബലമാക്കുക എന്നുള്ളത് എല്ലാ കാലത്തെയും അമേരിക്കയുടെ താല്പര്യം. 2ാം ലോക യുദ്ധത്തിൽ അമേരിക്കക്ക് സർവാധിപത്യം ഉണ്ടായതോടുകൂടി ഇവർ തമ്മിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന റഷ്യയും അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനും ഇപ്പോഴത്തെ അമേരിക്കയും തമ്മിൽ പിന്നീട് വലിയ രീതിയിലുള്ള ആഭ്യന്തര യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ മുറിപ്പാടുണ്ടാക്കുന്ന യുദ്ധം തന്നെയാണ്. പരസ്യമായ രീതിയിൽ കാണുന്നില്ലെങ്കിൽ പോലും അതാണ് ശീതസമരമായിട്ട് 50 വർഷത്തോളം അവർ വല്ലാത്ത രീതിയിൽ സാമ്പത്തിക തകർച്ചയും സൈനിക തകർച്ചയും ഒക്കെ അവർക്കുണ്ടായിട്ടുണ്ട്. നയതന്ത്ര ബന്ധങ്ങളില്ലാതായി, കയറ്റുമതി ഇറക്കുമതി ഇല്ലാതായി, ഒരു തരത്തിലും ബന്ധമില്ലാത്ത സാഹചര്യങ്ങൾ വന്നു. ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് 2 കാര്യത്തിൽ വലിയ നഷ്ടം ഉണ്ടായതിനു ശേഷമാണ് പിന്നീട് അവർ ഒന്നിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഈ റഷ്യയെ അന്ന് മുതൽ തന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമവും അവിടെ സൈനികപരമായിരിക്കുന്ന ബലം ക്ഷയിപ്പിക്കാനുള്ള ശ്രമവും നടത്തിയ രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നാണ്. അതേ റഷ്യക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ഇറാൻ നൽകിയതോടുകൂടിയാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ പോലും യഥാർത്ഥത്തിൽ റഷ്യക്ക് സാധിക്കുന്നത്. മാത്രമല്ല അതിനൊരു വലിയ രീതിയിലുള്ള ഒരു പുതിയ
അറിവ് അമേരിക്ക കിട്ടിയിരിക്കുന്നു ഇറാൻ അത്ര മോശപ്പെട്ട രാജ്യമൊന്നും അല്ല എന്ന്. എന്നാലും കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് അമേരിക്ക വെറുതെ കണക്ക് കൂട്ടി. ആ കണക്ക് കൂട്ടലുകളാണ് കഴിഞ്ഞ പ്രാവശ്യം തെറ്റിച്ചത്. നേരെ കൊണ്ടുപോയിട്ട് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ഇറാൻ ആക്രമിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണം എന്നുള്ള അഭിപ്രായം ആദ്യം ഇറാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത് ഇപ്പോൾ തുർക്കി പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അടുത്ത് വരാൻ പോകുന്ന OIC മീറ്റിങ്ങുകൾ പുതിയൊരു നിലപാടുകളും പുതിയൊരു സമീപനങ്ങളും പുതിയൊരു പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.